നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനായ ഷൊർണൂർ ജംഗ്ഷൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. കാരണം പണ്ട് ഇവിടെയൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയേ, പണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും, മൊത്തത്തിൽ മാറി. നമ്മുടെ കേരളത്തിലെ ഒരുപാട് സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷൊർണൂർ സ്റ്റേഷനും മൊത്തം പണിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ മരങ്ങളെല്ലാം പോയി ഭയങ്കര വെയിലായി. പണ്ട് ഇവിടെയൊക്കെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു. നമുക്കെന്തായാലും റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ട് പോവാം. നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്നിരിക്കാം. എവിടെ ഇരിക്കാം? ബാ, ഇവിടെ ഫാനുണ്ട്, ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതെ, ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പോകുന്ന ഒന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷൊർണൂരിൽ വന്നിട്ടാണ് വീഡിയോ തുടങ്ങുന്നത്. നമ്മൾ പാലക്കാട് നേരെ ഷൊർണൂർ വന്ന് പറയുന്നതൊന്നും കേൾക്കാത്തതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി കൂടെ വിലയുള്ള മൈക്കാണ്. അതൊക്കെ പൊട്ടിച്ച് ഇനി ആദ്യ കുട്ടിയുടെ സൗണ്ടൊക്കെ പക്കയായിട്ട് കേൾപ്പിക്കണം അല്ലേ. ഒരു അടിപൊളി ഒരു ട്രാവൽ സീരീസ് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ട്? 6-7 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ചൂടല്ലേ, നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ പഴുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി തണുപ്പുള്ള സ്ഥലം തേടി പോവുകയാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ചൂടിന്ന് ഒരു ആശ്വാസം, പിന്നെ നമുക്ക് വീഡിയോയും കൂടെ ചെയ്യാം അല്ലേ. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് ശിവരാത്രിയാട്ടോ. ഇന്ന് ശിവരാത്രിയാണ്. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് 8-ാം തീയതി ആണ് കേട്ടോ. ഇപ്പൊ ഇന്ന് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. 8-ാം തീയതിയാണ് നമ്മുടെ യാത്ര. നമ്മൾ പോകുന്നത് എവിടെയാണ്? ഋഷികേശിലോട്ടാണ്. അതായത് ഉത്തരാഖണ്ഡിലോട്ടാണ് നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത്. അപ്പം കേരളത്തിൽ നിന്നും എങ്ങനെ ഉത്തരാഖണ്ഡിലെ ഋഷികേശ്, അതുപോലെ തന്നെ ഹരിദ്വാറൊക്കെ എങ്ങനെ പോവാന്നൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മൾ വരാൻ പോകുന്നത്. നേരെ ഉത്തരാഖണ്ഡ് പോകും, പിന്നെ അവിടെയൊക്കെ കുറച്ച് ഒരാഴ്ച കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഉത്തരാഖണ്ഡ് ഞാനും എൻ്റെ ലൈഫിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ബാക്കി കുറേ സംസ്ഥാനങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഉത്തരാഖണ്ഡ് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഉത്തരാഖണ്ഡിലേക്കുള്ള യാത്രയാണ്. വിയർത്തൊലിക്കുന്നുണ്ടല്ലേ? ചൂട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാലക്കാട് നിന്നാണ് വന്നത്, അറിയാമല്ലോ. പാലക്കാട് ഭയങ്കര ചൂടാണ്, 41 ഡിഗ്രി. പാലക്കാട് മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും ചൂട് തന്നെയാണ്. കൊല്ലത്ത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം ചെങ്ങന്നൂർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതെ. അപ്പോൾ നമ്മൾ ഇനി ഋഷികേശിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഷൊർണൂരിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. കൊച്ചുവേളിയിൽ നിന്നും ഋഷികേശ് പോകുന്ന ട്രെയിനിലാണ് നമ്മൾ യാത്ര. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ യാത്ര തുടങ്ങിയെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള യാത്ര എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ യാത്ര വരുന്നുണ്ട്. ട്രെയിൻ യാത്രയാണ്, അടിപൊളിയായിരിക്കും. മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റി. ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് നമുക്കൊരു കഴിഞ്ഞ ദിവസം കോൾ വന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ, അതായത് യൂട്യൂബിൽ നാഷണൽ അവാർഡ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പ്രധാനമന്ത്രിയായിരുന്നു അതിൻ്റെ മെയിൻ അധ്യക്ഷനൊക്കെ. അപ്പോൾ ഡൽഹിയിലേക്ക് ഞങ്ങളെ വിളിച്ചായിരുന്നു. പക്ഷേ അവർ ഓരോരുത്തരെ വിളിച്ച് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. അതായത് ഇന്നായിരുന്നു പ്രോഗ്രാം 8-ാം തീയതി. പക്ഷേ ഞങ്ങളെ വിളിച്ചത് 6-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതി വിളിച്ചിട്ട് എനിക്ക് 8-ാം തീയതി ഡൽഹിയിൽ ട്രെയിനൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. അവരെന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തരായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ എടുത്തു തന്നില്ല. അതുകൊണ്ട് പോകാൻ പറ്റില്ല. അല്ലായിരുന്നു ഞങ്ങൾക്കൊരു ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമ്മളെ കുറ്റം കൊണ്ടല്ല, അവർ വിളിച്ചത് ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. കുറേ മലയാളത്തിലെ യൂട്യൂബേഴ്സും കൂടെ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല, അടുത്ത വർഷം ആവട്ടെ. അത് നമ്മൾ മെയിനായിട്ട് വിളിച്ചത് റെയിൽവേ ട്രെയിൻ വീഡിയോ ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനത്തു നിന്നാണ് നമ്മളെ വിളിച്ചത്, ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അത് പോകാൻ പറ്റില്ല. എന്തായാലും നമ്മളെ യാത്ര നമുക്ക് തുടങ്ങാം അല്ലേ. സന്തോഷമായിട്ടിരിക്കുകയാണ്. ചൂടത്ത് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണമല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇതൊരു ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. 7:30-ക്കായിരിക്കും നമ്മളെ വീഡിയോ വരുന്നത്. ഇന്ന് 8-ാം തീയതിയാണ്. 10-ാം തീയതി നമ്മൾ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ 10-ാം തീയതി 7:30-ക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.